കവിത ഒരേയൊരു നൂറ്. രചന ഔഫ് ഹിമമി കൊടിയമ്മ. ഒരേയൊരു നൂറിൽ അഖിലാണ്ടം പ്രശോഭിച്ചു അത്രേ. അള്ളാന്റെ ആറ്റലുടെ ആദി നൂറിനെയാണത്രേ ആദം കണ്ടതും ഇസ്മായിൽ പകർന്നതും. അബ്ദുള്ളയുടെ മുതുകിൽ നിന്നും അന്നൊരു 12 യത്തീമത്തി ജ്വലിച്ചു നിന്നു. ചേതനവും അചേതനവും ആ പുലരിയിൽ ഭ്രമിച്ചു നിന്നു. തണുപ്പുള്ള മണലിൽ ആമിനയുമ്മ വേദനയറിഞ്ഞില്ല. സുജൂദിൽ വീണ കുഞ്ഞു മുഹമ്മദിനെ ഖബറിൽ നിന്നാണത്രേ പ്രിയ ബാപ്പ താലോലിച്ചത്. അർശിലും ആലമൊക്കെയും ഹർഷപുളകമായ 6-ാം നൂറ്റാണ്ടിലെ ആ ഒരു റബീഅ് പിന്നീട് തിരിച്ചു വന്നതേയില്ല. വീണ്ടും ഒരു നൂറ് ഹിറയിലെ ഇരുട്ടിൽ ചെറുതെളിച്ചമായി പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും ഒരു നൂറ് ഹിറയിലെ ഇരുട്ടിൽ ചെറുതെളിച്ചമായി പ്രത്യക്ഷപ്പെട്ടു. ഏകാന്തമായി ലയിച്ച ലോകത്തു നിന്നും ഒരു കിരണം അടർന്നു വീണത്രേ നാമൂസിൻ്റെ ചിറകിൽ. അമീനായ മുഹമ്മദ് അഹ്മദും ഹാമീമുമായി ആ വെളിച്ചത്തിൽ പ്രകാശിച്ചു. അന്ധതയുടെ ലോകം അഹദിനെ വായിച്ചു തുടങ്ങാൻ മുസമ്മിലും മുദ്ദസ്സിറും ഹിറയിലിറങ്ങി. അങ്ങനെ 114 ചിരാതുകൾ തെളിഞ്ഞു നിന്നു. അന്ധകാരത്തിൻ്റെ ധ്രുവങ്ങളെ മാറ്റിയതാണത്രേ അറേബ്യയുടെ വെളിച്ചം. 63-നിടയിൽ ഒരു തരി കടലും കടന്ന് ഖൈറുള്ളയിലേക്കും കപ്പലേറി വന്നു. ആകാശം വിതുമ്പിയ മറ്റൊരു റബീഅന് വസന്തത്തിൻ്റെ കഥ പറയാനില്ലത്രേ. ആകാശം വിതുമ്പിയ മറ്റൊരു റബീഅന് വസന്തത്തിൻ്റെ കഥ പറയാനില്ലത്രേ. ഉമ്മത്തീ എന്നും വിളിച്ച് ആ നൂറ് മാറി നിന്നു. ഉമ്മത്തീ എന്നും വിളിച്ച് ആ നൂറ് മാറി നിന്നു. 1000 നൂറ് പൊഴിച്ച ഒരേയൊരു നൂറ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.